വോട്ട് ചെയ്യാൻ പോകുമ്പോഴും അല്ലാത്തപ്പോഴും അവരുടെ അണികളെയും ഒക്കെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് മര്യാദയ്ക്ക് അനുസരിക്കുന്നത് പറയുന്നത് അനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇന്നത് ചെയ്യും, വെട്ടിക്കളയും, കുടുംബത്തെ തകർത്ത് കളയും എന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരത്തിൽ വളരെയധികം മുന്നോട്ട് പോയി ആളുകളെ കൊണ്ട് പേടിപ്പിച്ച് വോട്ട് ചെയ്യിച്ചാണ് ഇത്ര നാൾ കഴിഞ്ഞ 42 വർഷമായി അവർ നഗരസഭ ഭരിച്ചിരുന്നത്. ഫലമോ ഇവിടെ കിട്ടിയിരുന്ന ഫണ്ടുകൾ എല്ലാം ദുർവിനിയോഗം ചെയ്ത് സകല നാശനഷ്ടങ്ങളും വരുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കി എല്ലായിടവും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. 10-20 വർഷം മുമ്പ് ഒരു കൊതുക് പോലും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ കൊതുകില്ലാതെ രാവിലെ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണ്? മാലിന്യം. ഒന്നും നേരാം വണ്ണം ചെയ്യാൻ പറ്റാത്ത മാലിന്യ സംസ്കരണം നേരെ ചെയ്യില്ല, വെള്ളക്കെട്ട് നേരെ തീർക്കില്ല. ഓപ്പറേഷൻ അനന്തപുരി എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വെള്ളക്കെട്ട് തീർക്കാനായി തമ്പാനൂര് ചെലവഴിച്ചു. പക്ഷെ അടുത്ത മഴയ്ക്ക് വീണ്ടും ഇവിടെ ഒരു വെള്ളപ്പൊക്കമായിരുന്നു നമ്മൾ കണ്ടത്. ഇതുപോലെയുള്ള സകലവിധ ധൂർത്തും അഴിമതിയും നടത്തി ജനജീവിതം ദുസ്സഹമാക്കി ഭരിച്ചിരുന്ന ഈ ഭരണം, ഇപ്പോഴത്തെ LDF CPM ഭരണം മാറിയേ തീരൂ. അത് മാറ്റാനായിട്ട് നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് NDA. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട 101 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ഇവിടെ അണിനിരക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ഉറക്കെ വിളിച്ചു പറയണം, ഇതിനിയിപ്പൊ ഞങ്ങളുടെ അവസരമാണ്. ജനം അത് നമുക്ക് തന്നു കഴിഞ്ഞു. ഇത് ഉറപ്പാണ്. നമ്മളെ ഇനിയും അധികാരത്തിൽ ഏറ്റും. തീർച്ചയായും 60 സീറ്റുകൾ വാർഡിൽ നേടിക്കൊണ്ട് നമ്മൾ തിരുവനന്തപുരം ഭരിച്ച് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഒരു നഗരം സുസ്ഥിരമായി, നല്ലതായി, അഴിമതി രഹിതമായി ജനനന്മയോടുകൂടി പ്രവർത്തിക്കേണ്ടത് എന്ന് തെളിയിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDAയുടെ വിവിധ പാർട്ടികളും ഇവിടെ അണിനിരന്നിരിക്കുന്ന ഓരോരുത്തരും.